ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൂടെ ഷെയർ ചെയ്യണം. നിങ്ങളിൽ പലർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയൂടെ ഷെയർ ചെയ്യുന്നത്. അതിന് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു അരിപ്പൊടിയുടെ പാക്കറ്റാണ് നിങ്ങളെ കാണിച്ചത്. അതിൻ്റെ പകുതിയോളം ഞാൻ ഒരു പാത്രത്തിലേക്ക് കുടഞ്ഞിട്ടു. പിന്നെ അതിന് വേണ്ട ആവശ്യാനുസരണമായ ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മൾ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്കൊരു പ്രാവശ്യം ഉണ്ടാക്കി അബദ്ധം പറ്റിയതാണ്, അത് ഞാൻ നിങ്ങളോട് പറയാം. ഇനി ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് അത് നല്ല ഉണക്ക്. നമ്മളുടെ ഈ ദോശമാവിൻ്റെ പരുവം ഉണ്ടല്ലോ, ദോശമാവിൻ്റെ പരുവത്തോളം വരത്തക്കോണക്ക് നമ്മളത് കോഴി ഒഴിക്കത്തക്കോണക്ക് ലൂസായിരിക്കണം. ഇത് കട്ടകളൊന്നുമില്ലാതെ ഒഴിച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കണം. അതിനെ ഞാൻ കൈ കൊണ്ട് നല്ല ഉണക്ക് കുഴച്ച് ഒന്ന് അതിൻ്റെ തരികളൊക്കെ ഒന്ന് മാറ്റുവാണ്. വേണ്ടത്രയും വെള്ളം. എനിക്ക് അപ്പുറത്തൊരു അസിസ്റ്റൻ്റ് നിൽപ്പുണ്ട്, എൻ്റെ കുഞ്ഞ്. അവിടെ നിന്ന് അമ്മയെ ഞാനും സഹായിക്കാമെന്ന് പറഞ്ഞു വന്ന് എനിക്ക് വെള്ളം ഒഴിച്ചു. ഞാൻ പറഞ്ഞു കുഞ്ഞെ ഇച്ചിരിയും വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി എനിക്ക് ഒഴിച്ചില്ല. അതുകൊണ്ട് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്. ദോശമാവിൻ്റെ കോഴി ഒഴിക്കത്തില്ല, ആ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. പിന്നീട് ഇത് നമ്മൾ ഗ്യാസിൽ വെച്ച് ഒരു മീഡിയം തീയിലിട്ടോ, അല്ലെങ്കിൽ ഒരു ഹൈ ഫ്ലെയിം വേണ്ട, അതിൽ ഇച്ചിരി കൂടെ കുറച്ച് നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കി കൊടുത്ത് ഇങ്ങനെ നല്ല ഉണക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വരുമ്പോൾ ഇത് നമുക്ക് കുഴഞ്ഞു വരും. കട്ട രൂപത്തിലായി ഇങ്ങനെ കുഴഞ്ഞ് കണ്ടോ. അതിന് ആദ്യം നമ്മൾ കാണിച്ച രൂപത്തിൽ നിന്ന് മാറി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ല ഉണക്ക് ഇളക്കിയെടുത്ത് അത് നല്ല കുഴഞ്ഞു വരും. നമ്മൾ ഇടിയപ്പത്തിന് നമ്മൾ കൈ കൊണ്ട് എങ്ങനെ കുഴയ്ക്കുന്നു ആ ഒരു ഇത് തന്നെ നമുക്കിത് ആയി കിട്ടും. ഇത് കണ്ടോ, നല്ല ഉണക്ക് കുഴഞ്ഞു വന്നു. ഇതേണ്ട ഈ പരുവത്തിനായി നമുക്ക് കിട്ടി സാധനം. ഇനി നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. പിന്നീട് ഇഡലി പാത്രത്തിൻ്റെ തട്ടെടുത്ത് അതിലേക്ക് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് നമ്മളിത് വെച്ച് കൊടുക്കുവാണ്. ഇതിന് വേണ്ട തേങ്ങയും ഞാൻ ഇച്ചിരി തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലാക്കി ഇത് ഞാൻ എടുത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അതിന് നമ്മൾ പിന്നീട് പരിഹരിക്കുന്നതൊക്കെ ആയിരിക്കും. അങ്ങനെ ഞാൻ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൽ ഇത് സെറ്റാക്കിയിട്ട് ഇനി ഞാനത് കറക്കി എടുക്കാൻ പോവുകയാണ്. അതിനെ ഞാൻ ഇടിയപ്പത്തിൻ്റെ തട്ട് എടുത്തു. അതിലേക്ക് ഇനി ഞാനത് കറക്കി ഇടുകയാണ്. എനിക്ക് കൈക്ക് വേദന ഉള്ളതുകൊണ്ട് കറക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഞാൻ കറക്കിയെടുത്തു. എന്നിട്ട് ഇതിൻ്റെ പകുതി ഇച്ചിരി നമ്മളെല്ലാത്തിനകത്തും ആക്കിയിട്ട് അതിൻ്റെ നടുക്കോട്ടായിട്ട് ഇച്ചിരി ഒരു പിടി തേങ്ങ വീതവും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മണ്ടയിലോട്ട് ബാക്കി പിന്നെ നമ്മൾ കറക്കി അതിൻ്റെ മണ്ടയിൽ വെച്ചു. പിന്നെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലോട്ട് രണ്ടെണ്ണത്തിലും നിറച്ച് സെറ്റാക്കി ഇനി നമ്മൾ ഗ്യാസിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ എൻ്റെ ഇടിയപ്പം എല്ലാം ഗ്യാസിന് വെക്കാൻ വേണ്ടി ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൽ കയറി ഇതിന് കണ്ടോ നല്ല ഉണക്ക് സെറ്റായി. ഞാൻ അടച്ച് ഇനി ഗ്യാസേ വെച്ചു. ഇനി ഒരു 10-15 മിനിറ്റ് കൊണ്ട് നീണ്ട് ഇത് വെന്ത് കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ.